അങ്ങനെ നമ്മുടെ ഈ വർഷവും മഴയെല്ലാം കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു കാലാവസ്ഥ സ്റ്റഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവുകളെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. കാരണം മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ മാമ്പൂകളൊക്കെ കുറേയൊക്കെ പൊരിഞ്ഞൊക്കെ പോയായിരുന്നു. ഞാൻ വിചാരിച്ചത് അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലതുപോലെ തന്നെ കായ്ക്കുകയും പൂവുകയും നല്ല മെച്യൂരിറ്റി ആവാനുള്ള ഒരു ടൈമിലേക്കായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാസിക് പസന്ത് എന്ന് പറഞ്ഞൊരു മാവാണ്. അപ്പോൾ പൊതുവേ ഇതിനൊരു നെഗറ്റീവ് റിവ്യൂ ആണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതിന് ടേസ്റ്റ് ഇല്ല, ഫ്ലേവർ ഇല്ല, ഇതിന് പുളിയാണ്, മധുരമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ അതിന് നല്ല മധുരവും നല്ല ടേസ്റ്റും നല്ല അതിൻ്റേതായ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഈ മാങ്ങയ്ക്കുണ്ട്. അപ്പം ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഞാനിവിടെ നട്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം എല്ലാ ചെടിച്ചട്ടിയിലും ചെറിയ ചട്ടിയിലും ഇടത്തരം വലുതും ചെറുതായിട്ടുള്ള ചട്ടികളിലാണ് ഞാൻ മാവ് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം പുഴുക്കേടൊന്നും വന്ന് കുത്തായിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് ബാഗിനകത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു ഇതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുഴുക്കേടും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ നിർത്തി വിളയിച്ച് പഴുക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാനിത് പഴുത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റേതായ ടേസ്റ്റ് അതിന് വരുന്നുണ്ട്. നല്ല മധുരമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അതായത് നമ്മുടെ ഫ്രൂട്ടി മാസ അതുപോലത്തെ ആ ജ്യൂസ് കുടിക്കുന്ന അതേ ഫ്ലേവറിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. മറ്റുള്ളവരൊരു നെഗറ്റീവ് റിവ്യൂ പറയുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കണക്കിത് കണ്ട് വന്ന് എൻ്റെ ഇത് 2 എണ്ണം മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അദ്ദേഹവും കൊണ്ട് കഴിച്ചിട്ട് നല്ല അടിപൊളി മാങ്ങയാണെന്നാണ് പറഞ്ഞത്. പുള്ളി നെഗറ്റീവ് റിവ്യൂ കാരണം മേടിച്ച് വെക്കാതിരുന്നതാണ് വീട്ടിൽ. ഇത് കഴിച്ചിട്ട് പുള്ളിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ട് പുള്ളി ഇപ്പോൾ ഒരു മാവ് മേടിച്ചോടെ വെച്ചിട്ടുണ്ടായി. പിന്നെ വേറൊരു മാങ്ങയുള്ളത് എനിക്ക് വളരെ അടുത്തൊരു വ്യക്തിക്ക് കൊടുത്തു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായമല്ല പറയുന്നത്. പിന്നെ ഈ മാവുകൾ ഞാൻ എൻ്റെ വീട്ടിലെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നട്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് നഴ്സറിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, സെയിൽസ് ഇല്ല. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള വളരെ നല്ലൊരു മാങ്ങയാണ്. വളരെ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇതേപോലെയാണ് ഞാൻ എടുക്കുന്നത്. നേരത്തെ പറിച്ച് വെച്ച് പഠിപ്പിക്കാറില്ല. അപ്പം അതിൻ്റേതായ നല്ല ടേസ്റ്റിൽ അത് കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ നാസിക് പസന്ത് എന്ന് പറഞ്ഞ മാങ്ങ. ഒന്ന് അടുത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ട ഒരു കൊലയിൽ 4 എണ്ണം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വരും. ഏതാണ്ട് ഒരു 800-700 ഗ്രാം തൂക്കം വരുന്ന ഈ മാങ്ങ ഒരു ലാസ്റ്റ് വരുമ്പോൾ ഒരു റെഡിഷ് കളറിലേക്ക് വരും ഷെയ്ഡ്. അതാണ് ഇതിൻ്റെ കറക്റ്റായ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ടൈം അന്നേരമാണ് നമ്മളിത് പറിക്കേണ്ടത്. അല്ലേ വേണ്ട, നമുക്കിതാ ഇതുപോലുള്ള ഈ ബാഗിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് അത് അതിനകത്ത് തന്നെ വീഴും. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത്. ഓൺലൈനിൽ കിട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പഴുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടും. ഉണ്ടോ, ഒരു കൊല്ലം 4 അങ്ങനെ ഈ മാവ് മൊത്തം ഉണ്ട്. ഇത് ഉണ്ടാവും, ഓരോന്നിനും ഓരോ വലിപ്പം വന്നുകൊണ്ടിരിക്കുക, അതിൻ്റേതായ മെച്യൂരിറ്റി അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം എയർ ലെയർ ചെയ്തതാണ്, അതായത് പതിവെക്കുക എന്ന് പറയും. പതിവെച്ച മാവുകളാണ് ഇതെല്ലാം. ഈ നാസിക് പസന്ത് എന്ന് പറഞ്ഞ മാവ് സാധാരണയായി ആന്ധ്രാപ്രദേശ് ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്ത് വളരെ കുറവാണ് മേടിക്കാൻ കിട്ടുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു മാവിൻ്റെ കളക്ഷൻ മാത്രമല്ല, എല്ലാ മാവുകളും ഉണ്ട്. ഈ ഭാഗത്തും എല്ലാം ഉണ്ട്. ഇതിനകത്തെല്ലാം കൂടെ കൂട്ടി ഒരു 10, 40, 50 മാങ്ങ നമുക്ക് ഇതിനകത്തെല്ലാം കൂടെ ടോട്ടലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 3 ചട്ടിയിലാണ് ഇത്രയും നിൽക്കുന്നത്. സാധാരണ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള നല്ല അടിപൊളി മാങ്ങകൾ നമുക്ക് കിട്ടും. ഇതിനകത്ത് മറ്റ് വിഷമോ കാര്യങ്ങളോ ഒന്നും അടിക്കുന്നില്ല. അതുമല്ല, നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിലായാലും ടെറസിലായാലും ഇതുപോലെ ഇങ്ങനെ കൊലകുത്തി മാങ്ങകൾ കായ്ച്ച് കിടക്കുന്ന കാണാൻ തന്നെ വളരെ ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള മാവുകളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിഷമൊന്നും അടിക്കാത്ത നല്ല അടിപൊളി മാങ്ങകൾ നമുക്കൊരു വീട്ടിൽ ഒരു ചെറിയൊരു പോർഷനിൽ നിന്ന് പറിച്ച് കഴിക്കാൻ പറ്റും. സത്യത്തിൽ കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാം ഈ വാടിപ്പഴുത്തതും അവർ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പഴുപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള മാങ്ങകളാണ് നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾക്കറിയാം. ഇത് കുറച്ചും കൂടെ റെഡിഷ് വരും, ഇവിടെ ഒരു ചെറിയ കളർ ചേഞ്ച് വരും. അന്നേരമാണ് ഇത് കറക്റ്റ് മൂത്തെന്നുള്ള അത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലാവശ്യമുള്ള എല്ലാം പല തരത്തിലുള്ള മാങ്ങകൾ, നാസിക് പസന്ത് മാത്രമല്ല പല വെറൈറ്റിയിലുള്ള മാവുകളും
അതിന് മാങ്ങ ആക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക. അതിനുവേണ്ടി സ്ഥലവും കാര്യങ്ങളും ഒന്നും വേണ്ട. എല്ലാവർക്കും ഇതുപോലുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ.